ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്നതായിരുന്നു. ആ ചരിത്രമാണ് 2021 ജനങ്ങൾ തിരുത്തിയത്. ആ തിരുത്തൽ ജനങ്ങളുടെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. അന്ന് ജനങ്ങൾ ആ 5 വർഷത്തെ കാര്യം മാത്രമല്ല ആലോചിച്ചത്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് അനുഭവത്തിലുള്ളവരാണ് ജനങ്ങൾ. അതിൻ്റെ ഭാഗമായിരുന്നു ആ ജനവിധി. ഒരു LDF-ഉം UDF-ഉം തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. LDF ജനപക്ഷത്താണ്, നാടിനോടൊപ്പമാണ്. അപ്പൊ നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള നിലപാടാണ് LDF സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായി ഏതൊക്കെ ഘട്ടത്തിൽ LDF ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നാടിന് വികസനമുണ്ടായി, ജനങ്ങൾക്ക് ക്ഷേമമുണ്ടായി, നാടിൻ്റെ പുരോഗതിക്കുതകുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് രൂപവും നൽകി. എന്നാൽ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അധികാരത്തിൽ വരുന്നതോടെ ഈ നേട്ടങ്ങൾക്കെല്ലാം തുടർച്ച ഇല്ലാതാകുന്നു. പലതും തകർക്കപ്പെടുന്നു. നാട് വല്ലാതെ പിറകോട്ടടിക്കപ്പെടുന്നു. ഇതിൻ്റെ ഏറ്റവും മൂർധന്യ ദശയായിരുന്നു 2011 മുതൽ 16 വരെയുള്ള 5 വർഷക്കാലം. നമ്മുടെ നാട്ടിൽ തകരാത്ത ഒരു മേഖലയുമില്ല എന്ന അവസ്ഥ വന്നു. ഇത് നാട്ടുകാരും ജനങ്ങളും വല്ലാതെ നിരാശയിലാകുന്ന അവസ്ഥയിലായി. അതിന് മാറ്റം LDF കൊണ്ടുവന്നപ്പോൾ ആ മാറ്റം ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നടപ്പാക്കിയത്. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ തകർന്നുപോയ ഒരു രംഗമായിരുന്നു അന്ന്. തകർച്ച വിദ്യാഭ്യാസ മേഖലയിലെ ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെയൊരു സാഹചര്യം പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിക്കുന്നതിനിടയാക്കിയതാണ്. പക്ഷേ LDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം ആകെ മാറി. അതിൻ്റെ അനുഭവങ്ങൾ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോ തകർന്നു പോകുമെന്ന് കണക്കാക്കിയ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസ രംഗമായി മാറി. നമ്മുടെ രാജ്യത്തിൻ്റെ പലതരത്തിലുള്ള പുരസ്കാരങ്ങളും കേരളത്തെ തേടിയെത്തുകയാണ്.
ലക്ഷക്കണക്കിന് കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേരുന്ന നിലയുണ്ടായി. നല്ല മാറ്റം. ഇന്ത്യയിലെ ഏറ്റവും അംഗീകാരം നേടിയ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന സ്ഥാനം ഒക്കെ കേരളത്തിന് ലഭിക്കാനിടയായി. ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നോ? ഇതാണ് നാം ചോദിക്കേണ്ട ചോദ്യം. LDF അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം വല്ലാതെ തകർന്നു പോയിട്ടുണ്ടാവും. ഇന്ന് കാണുന്ന സ്കൂളുകൾ പലതും അടഞ്ഞുപോയിട്ടുണ്ടാവും. ആ അവസ്ഥയിലാണ് മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം തന്നെ പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗം 2016 ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രാജ്യത്തെ 100 സ്ഥാപനങ്ങളെ ആദ്യത്തെ 100 സ്ഥാപനങ്ങൾ എടുത്താൽ അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തെയും കാണില്ലായിരുന്നു. ഇപ്പൊ എന്തായി? 2021 LDFന് തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോ ഗവൺമെന്റ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. 6000-ൽ പരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. നല്ല മാറ്റം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറ്റം, ഉയർന്ന കോഴ്സുകൾ, ലാബ്, ലൈബ്രറി, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. നമ്മുടെ അക്കാദമിക് രംഗം ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അക്കാദമിക് വിദഗ്ധരും പണ്ഡിതരും അടങ്ങുന്ന കമ്മീഷൻ, അവരുടെ പഠനവും ശുപാർശയും, നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ 4 വർഷ ഡിഗ്രി കോഴ്സ്, ഇപ്പോ ഗവൺമെന്റ് ഡിഗ്രി തലം വരെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം. അതോടൊപ്പം ഗവേഷണ രംഗത്തിന് വലിയ മുൻതൂക്കം. ചുരുക്കത്തിൽ ഇപ്പോഴെവിടെ എത്തി? രാജ്യത്തെ ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 2 എണ്ണം കേരളത്തിലുള്ളതാണ്. ഇതാണ് മാറ്റം. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 എണ്ണം കേരളത്തിലുള്ളതാണ്. ഇന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ യശസ്, അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ കോഴ്സുകളും ഇന്നത്തെ ആധുനിക കാലത്തിന് ചേർന്ന തരത്തിലുള്ള പ്രത്യേക വിഭവങ്ങളുമെല്ലാം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ യുവത അവരാർജിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതക്കും നൈപുണ്യത്തിനും അനുസരിച്ചുള്ള ജോലി ഇവിടെ ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നാം ആ നിരക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോ കോളേജുകളിൽ വെച്ച് തന്നെ പ്ലേസ്മെന്റുകൾ നല്ല നിലക്ക് നടക്കുകയാണ്. 10,000 കണക്കിന് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് വഴി
ജോലി ലഭ്യമാക്കാൻ ഈ കാലത്ത് നമുക്ക് കഴിഞ്ഞു. അതിനി കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്താനാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ അവര് ഇവിടെ അവർക്ക് നേടിയ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ വേണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അതിൽ മാറ്റം വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തൊഴിൽ രംഗം വൻതോതിലാണ് മാറാൻ പോകുന്നത്. പല ബഹുരാഷ്ട്ര കമ്പനികളും കേരളത്തിൽ വരാൻ തയ്യാറാവുകയാണ്. നമുക്ക് ഒന്നിനോട് മാത്രമേ വിരോധമുള്ളൂ, ഇവിടെ വേണ്ട എന്നുള്ള നിലപാടുള്ളൂ. അത് റെഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങളാണ്. പരിസ്ഥിതിക്ക് അപകടമുണ്ടാക്കുന്ന വ്യവസായങ്ങൾ നമുക്ക് പറ്റില്ല. ബാക്കി എല്ലാറ്റിനെയും നാം പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ കേരളം വൻതോതിൽ മാറുന്നു എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഇതിനോടൊപ്പം ചേർത്ത് നിർത്തി കാണേണ്ട ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് വന്ന മാറ്റം. നേരത്തെ നമ്മുടെ നാട് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന സ്ഥാനം ആഗ്രഹിക്കാൻ കഴിയുന്നൊരു നാടായിരുന്നില്ല. കാരണം കേരളത്തിന് വ്യവസായം അങ്ങനെ പറ്റിയൊന്നല്ല എന്നൊരു ചിന്തയാണ് പലർക്കും ഉണ്ടായിരുന്നത്. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ വ്യവസായ സൗഹൃദ നിലയിൽ ഒരു പട്ടികയാക്കിയാൽ 2016 നമ്മൾ 28ാമത്തെ സ്ഥാനത്തായിരുന്നു. 28ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. പക്ഷേ സാധാരണഗതിയിൽ ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണോ ഒരു ഗവൺമെന്റ് ആലോചിക്കേണ്ടത്? പ്രത്യേകിച്ച് നാടിനോട് പ്രതിബദ്ധതയുള്ള LDF ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ അസാധ്യം എന്ന് തോന്നുമെങ്കിലും ഈ കാര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ലേ? നമ്മുടെ നാട് പലതിലും 1ാം തരമാണ്. എന്തുകൊണ്ട് വ്യവസായ സൗഹൃദ കാര്യത്തിലായിക്കൂടാ? ആ ഒരു ചിന്ത ഗൗരവമായി ഉയർന്നു വന്നു. നടപടികൾ സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ നടക്കണമായിരുന്നു. 7 നിയമങ്ങൾ പുതുക്കേണ്ടതുണ്ടായിരുന്നു. 10 ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം ഒരു ഭാഗത്ത് നടന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുവിലുള്ള മാനസിക ഘടന വ്യവസായത്തിന് അനുകൂലമായിരുന്നില്ല. വ്യവസായത്തിൻ്റെ കാര്യത്തിൽ വ്യവസായ വകുപ്പ് മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മറ്റൊട്ടേറെ വകുപ്പുകളുണ്ട്. അവരുടെ എല്ലാം മാനസിക ഘടന വ്യവസായത്തിന് അനുകൂലമായി മാറണമായിരുന്നു. അതിനാവശ്യമായ ബോധവൽക്കരണം നടന്നു. ഇങ്ങനെയെല്ലാമുള്ള പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നിക്ഷേപത്തിന് തയ്യാറായി വരുന്ന ഒരു നിക്ഷേപകൻ ഇവിടെ വന്നാൽ വർഷങ്ങളോളം ആ നിക്ഷേപത്തിന് വേണ്ട ലൈസൻസും അനുമതിയും കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് വല്ലാത്ത മനമെടുപ്പിനിടയാക്കുന്നു. ഇതിനെന്താണ് പരിഹാരം? ആ പരിഹാരത്തിലേക്ക് കടന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടുവന്നു. ഒരു നിക്ഷേപകൻ ഒരു നിശ്ചിത നിക്ഷേപം നടത്തുന്നു. ആ നിക്ഷേപകന് പൂർണ്ണ ബോധ്യമുണ്ട് എല്ലാം ക്രമത്തിലാണ്. അപ്പം തുടങ്ങാം. ലൈസൻസും അനുമതിയൊക്കെയോ അത് പിന്നീട് സമ്പാദിച്ചാൽ മതി. 3 വർഷം കൊണ്ട് ലൈസൻസും അനുമതിയും എടുത്താൽ മതി. ഇത് വാക്കല്ല, നിയമപ്രകാരം ഉറപ്പ് നൽകി. ഇത്രയെല്ലാം ചെയ്തു വരുമ്പോഴേക്ക് 5 വർഷമായി. 2021 തെരഞ്ഞെടുപ്പായി.
ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുന്നത് ഇതുപോലുള്ള അനേകം കാര്യങ്ങളാണ്. കേരളം എങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചരിത്രം തിരുത്തുന്നത്, LDF-ന് തുടർഭരണം സമ്മാനിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ നാം പറഞ്ഞു വന്ന കാര്യത്തിൽ സംഭവിച്ചത് എന്താ? തെരഞ്ഞെടുപ്പിന് മുൻപ് എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങാനായി. അതിവേഗം നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ 1-ാം സ്ഥാനം എന്ന പദവി നേടി. ഇതാണ് ഫലം, ഇതാണ് കാര്യം. ആ ഒരു വർഷമല്ല, അടുത്ത വർഷവും നേടി. ഇപ്പൊ തുടർച്ചയായി 2 വർഷം നേടുക. എന്താണ് അവസ്ഥ? നമ്മൾ കൊച്ചിയിൽ ഒരു നിക്ഷേപ സംഗമം നടത്തി. ആ നിക്ഷേപ സംഗമത്തിൽ നിക്ഷേപകർ വന്നു. അവർ ഓഫർ ചെയ്തത് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മുടെ കേരളത്തിൽ. ദാവോസിൽ ഒരു ആഗോള മീറ്റ്, ലോകത്തിന് എല്ലാ ഭാഗങ്ങളിലുള്ളവരുണ്ട്. അവർ കേരളത്തെ തേടി വന്നറിയിച്ചു. എത്ര? 1,18,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്താൻ സന്നദ്ധമാണ്. ഇതാണ് മാറ്റം. നമ്മുടെ നാട് എങ്ങനെ മാറുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഈ 10 വർഷം എടുത്താൽ ഓരോ രംഗത്തും ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതിൻ്റെ ഭാഗമായി നിത്യജീവിതത്തിൽ തന്നെ ഓരോ കുടുംബത്തിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നുവെന്നാണ് കാണാൻ സാധിക്കുക. അതാണ് പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ്, ഭീമമായ വർധനവ് കാണിക്കുന്നത്. നല്ല സ്ഥാനം കേരളം പൊതുവെ നേടിയിരിക്കുന്നു. നാം കാണേണ്ടത് ഇത്തരം നേട്ടങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത്തരം നേട്ടങ്ങൾ നമ്മൾ നേടുമ്പോൾ നമ്മളോടൊപ്പം സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ജനാധിപത്യ വ്യവസ്ഥയിൽ സംസ്ഥാനത്തോടൊപ്പം ഉണ്ടാകേണ്ട കേന്ദ്ര ഗവൺമെന്റ് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഈ പറയുന്ന കാര്യങ്ങളിൽ ക്രിയാത്മകമായ ആരോഗ്യകരമായ പങ്ക് കേന്ദ്ര ഗവൺമെന്റ് വഹിക്കാനായോ? ഏതൊരു സംസ്ഥാനത്തിൻ്റെയും വികസനം സംസ്ഥാനവും കേന്ദ്രവും കൂടി ചേർന്നാണ് നടത്തേണ്ടത്. പക്ഷെ നമുക്ക് അങ്ങേയറ്റത്തെ ദുരനുഭവമാണ്. നമ്മുടെ കാര്യത്തിൽ കേന്ദ്ര സഹായം ലഭിച്ചതേയില്ല. ഈ പറഞ്ഞ കാലയളവ് ഒരുപാട് ദുരന്തങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടി വന്ന കാലമാണ്. 2018-ലെ മഹാപ്രളയം, 19-ലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, അതിന്റെ തൊട്ടു പിന്നാലെ വലിയ കാലതാമസമില്ലാതെ ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ്, ഇതിനെല്ലാം മുൻപ് ഓഖി, നിപ്പ, എല്ലാം കൂടി തകരാൻ വേറൊന്നും വേണ്ട നാടിന്. 2018-ലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുകയായിരുന്നു. നമുക്ക് സഹായം വേണമായിരുന്നു. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് പുറംതിരിഞ്ഞു നിന്നു, സഹായം നൽകാൻ തയ്യാറായില്ല. കേരളത്തെ നെഞ്ചേറ്റിയ ലോകത്തിലെ രാജ്യങ്ങളുണ്ട്. അവര് കേരളത്തിന്റെ ദയനീയാവസ്ഥ കണ്ട് ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു. ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന മറുപടി ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ മറുപടി. അതിന്റെ ഭാഗമായി നമ്മുടെ നാടിന് ലഭിക്കുമായിരുന്ന തുക ലഭിച്ചില്ല. ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് നരേന്ദ്രമോദി. നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്ത് ഗുജറാത്തിനൊരു വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നു. ഗുജറാത്തിനെ രാജ്യവും സഹായിച്ചു, ലോകത്തിലെ മറ്റു രാജ്യങ്ങളും സഹായിച്ചു. ആ സഹായങ്ങളെല്ലാം സ്വീകരിച്ച് ഗുജറാത്തിനെ പുതുക്കിപ്പണിയാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി.
അദ്ദേഹം അവിടുന്ന് മാറി പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നു. അപ്പോഴാണ് കേരളത്തിന്റെ അവസ്ഥ വരുന്നത്. കേരളത്തിന് സഹായം തന്നില്ല എന്ന് മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായവരെ മുടക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ അനുഭവം, അതിക്രൂരമായ അനുഭവം. പിന്നീടും ദുരന്തങ്ങൾ അത് തന്നെ ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. എല്ലാവരും പ്രതീക്ഷിച്ചല്ലോ, പണ്ടൊക്കെ കിട്ടിയില്ലെങ്കിലും ഇത്തവണ എന്തായാലും കിട്ടും. സഹായിച്ചോ? ഒരു സഹായവുമില്ല. കേരളം രക്ഷപ്പെടരുത് എന്ന ഒരു നിലപാട്. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട മറ്റു വിഹിതങ്ങളുണ്ട്. അതിലൊന്നാണ് നികുതി വിഹിതം. നമ്മുടെ നാടിന്റെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ 2.5% നമുക്ക് കിട്ടുന്ന നികുതി വിഹിതം 1.9 എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം പോലും നമുക്കില്ല, വലിയ കുറവ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഈ കുറവുണ്ട്. നമുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തിന് വായ്പ എടുക്കേണ്ടതായിട്ട് വരും. സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെട്ടു, പരിധി നിശ്ചയിച്ചു. ആ പരിധി വെട്ടിക്കുറച്ചു. കേരളത്തിന് വായ്പ എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ ഉപയോഗിച്ചത്? നമ്മളെടുത്ത വായ്പയിൽ 90% വികസന മൂലധന ചെലവിനാണ്, നാളത്തെ ഭാവിക്കാണ്. ആ മൂലധന ചെലവിലൂടെ നാളെ വരുമാനമുണ്ടാവും, കേരളം അഭിവൃദ്ധിയിലേക്ക് നീങ്ങും. അങ്ങനെ നിങ്ങൾ വികസിക്കണ്ട എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റിൽ. ഇവിടെ കിഫ്ബി മുഖേന നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ മണ്ണിന് അതിൻ്റെതായ ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെങ്കിലും തരത്തിൽ വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കേണ്ടല്ല. ആ ചരിത്രം നാടിനു വേണ്ടി ജീവൻ കൊടുത്ത് പോരാടിയ രക്തസാക്ഷികളുടെ ചരിത്രമാണ്. അതിൽ ആവേശം ഉൾക്കൊണ്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ വലിയ തോതിലാണ് തള്ളി വന്നിട്ടുള്ളത്. 1% നാടിനെ കീഴ്പ്പെടുത്താനായിട്ടില്ല. പാവപ്പെട്ടവരാണ്. പക്ഷേ ആ പാവപ്പെട്ടവർ വലിയ ധനം കയ്യിലുള്ളവരാണ്. ആ ധനം ഈ കരുത്താണ്. നാടിനു വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കരുത്ത് അത് എല്ലാ കാലത്തും പ്രകടിപ്പിച്ചവരാണ്. ഒരു കാലത്തും ഒരു വ്യതിയാനത്തിന്റെയും കൂടെ ആലപ്പുഴ ഉണ്ടായിട്ടില്ല എന്നത് നാം കാണണം. എല്ലാ ഘട്ടത്തിലും വ്യതിയാനത്തിനിരയായവര് അതിൻ്റെ വഴിക്ക് പോവുക എന്നല്ലാതെ നമ്മുടെ നാടും നാട്ടുകാരും ശരിയായ വഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ഒരു മാറ്റവും അതിന് പുതിയ കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അവസരവാദം എവിടം വരെ എത്തുന്നു അതാണ് നാം കാണേണ്ടത്. കോൺഗ്രസും ഈ പറഞ്ഞ അവസരവാദ നിലപാടുകാരനും എല്ലാം കൂടി ആലോചിച്ച് ഉറപ്പിച്ച് എന്താ നിലപാട്? BJPയുടെ വോട്ട് കൂടി വാങ്ങാൻ. LDFനെ പരാജയപ്പെടുത്താൻ കണ്ടെത്തിയ മാർഗം UDFന്റെ പൂർണ്ണ പിന്തുണ, പിന്നെ BJPയിൽ നിന്ന് നിശ്ചിത 1000 വോട്ട്, അതുകൂടി ചേർന്നാൽ LDFനെ പരാജയപ്പെടുത്താം. രാഷ്ട്രീയത്തിൽ 2x2 = 4 എന്ന കണക്കല്ല വരിക. ഇവിടെ മനുഷ്യരാണ്, വികാര വിചാരമുള്ള മനുഷ്യരാണ്. അവർ ചിന്തിക്കും, എന്തിന് LDFനെ പരാജയപ്പെടുത്തണം, എന്തിന് ഇത്തരമൊരു അവസരവാദ നിലപാടിന്റെ മൂർത്തീകരണത്തെ ഞങ്ങൾ പോറണം. അത് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയായ നിലപാടിലേക്ക് ജനങ്ങൾ എത്തും. മുൻപ് എത്തിയിട്ടുണ്ട്. ഇവിടെ BJPയുമായുള്ള സഖ്യം
എവിടെയെല്ലാം പരസ്യമായിരുന്നോ ആ ഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രൂപമാണ് എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഗതികേട് എവിടെ എത്തിക്കുന്നു? അവർക്കും എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടണം, LDF-നെ പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി BJP-യുടെ കൂടി സഹായത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിക്ക് അതിൻ്റെതായ രൂപങ്ങൾ, ഭാവങ്ങൾ നൽകി LDF-നെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അത് ഈ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ആലപ്പുഴയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. അമ്പലപ്പുഴയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ഒരു തരത്തിലുള്ള പോറലും ഇവിടെ LDF-ന് ഏൽക്കില്ല എന്നതുറപ്പാണ്. അവസരവാദ നിലപാട് സ്വീകരിച്ചയാള് ചരിത്രത്തിന്റെ ചളിക്കുണ്ടിലേക്ക് വീണ് താഴുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അമ്പലപ്പുഴയിൽ സഖാവ് സലാമിനെയും ആലപ്പുഴയിൽ സഖാവ് ചിത്തരഞ്ജനെയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.